അച്ഛനില്ലാത്തതിന്റെ ആ ഒരു ശൂന്യത എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ്റെ മുറിയുണ്ട്. ആ. അച്ഛൻ്റെ സാന്നിധ്യം ഭയങ്കര അവിടെ. അവിടെ പോയി ഒന്ന് തൊഴുതാൽ മതി. ഉം. അപ്പം അച്ഛനോട് ഇരിപ്പുണ്ടെന്ന് തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. ലീഡറായാലും അച്ഛനെ ഗുരുവായൂരപ്പനെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നത്. ക്രിസ്തുഷ്ട തിരുമേനി എപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അച്ഛന് ഭയങ്കര ബന്ധമായിരുന്നു. ആദ്യത്തെ പുരസ്കാരം അബ്ദുൽ കലാം സാറിനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ചിരി കണ്ടിട്ട് വന്നതാണ്. ഓ. 1000 കൂടെ അഭിഷേകം. ആയിരുന്നു. ഈ അച്ഛൻ അമ്പലമണി നടക്കാണ്ടായപ്പം 1000 കൂടെ അഭിഷേകം നേർന്നു. അങ്ങനെ അഭിഷേകം കഴിച്ചു. അമ്പലമണി കുറച്ച് നടന്നിറങ്ങി. അസുഖം മാറാൻ തടി വഴിപാട്. അപ്പം അച്ഛന് വയറ്റ് വരെ വന്നപ്പം ഇങ്ങനെ വഴിപാട് അച്ഛൻ മനസ്സിൽ തോന്നി. ആ തടി വഴിപാട് കഴിക്കിയത്. അപ്പം അച്ഛൻ്റെ ഉദരരോഗം മാറി. പഴമാല കല്യാണത്തിനാണ് സന്താനത്തിനാണ് പാൽപ്പായസം. ഈ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പാൽപ്പായസം ഇത്ര പ്രാധാന്യം വരാൻ കാരണം. പിന്നെ അപ്പം മൂടല്, പരീക്ഷണങ്ങൾ, അനവധി പരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനാണ് ഈ അപ്പം മൂടല്. വഴിപാടുകളെ കുറിച്ച് ഒന്നും കൂടി പറയാം. ഇപ്പൊ നമ്മുടെ മുക്കുറ്റി പുഷ്പാഞ്ജലി ഇഷ്ടകാരി സാധിക്കാണ്. മുക്കുറ്റി പുഷ്പാഞ്ജലി 108 ഉരുവാണ്. മഹാഗ്രന്ഥം കൊണ്ടാണ് പുഷ്പാഞ്ജലി. 108 ഉരു. ആ 108 ഉരു ത്രിമൂർത്തി മുഖ്യാണ് പുഷ്പാഞ്ജലി. നമ്മുടെ ഉദ്ദിഷ്ടകാര്യം സാധിക്കും എന്നുള്ളതാണ്. ഇത് തുടങ്ങി വെച്ചത് അച്ഛനാണ്. ഒരു ജ്യോത്സ്യര് പറഞ്ഞിട്ട് നേരത്തെ ചന്ദ്രശേഖര നമ്പൂരി അടുത്തി വന്നു. ചന്ദ്രശേഖര നമ്പൂരി അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പം അച്ഛൻ എന്താ അവിടെ നിശ്ചയം അച്ഛനന്നേരം സംസാരിച്ചു. അപ്പം അങ്ങനെ നടത്താന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പം അച്ഛൻ തന്നെ നടത്തുമായിരുന്നു. അച്ഛൻ തന്നെ നടത്തി 12 ദിവസം അച്ഛനോട് ചോദിക്കില്ല എത്ര ദിവസം വേണം. ആ 12 ദിവസം നടത്താൻ പറയും. ആ 12 ദിവസം അനുഭവം കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആ ആദ്യം നടത്തിയ അനുഭവം കിട്ടിയ സ്ത്രീയുടെ പേര് പറയണം അച്ഛൻ പറയും. അനൗൺസ് ചെയ്യുമ്പോൾ എന്തിനാ പറയണമെന്ന് വെച്ചാൽ അച്ഛന് പേരിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇളവിക്ക് പേരിട്ടാൻ പറ്റില്ല. ഈശ്വര അനുഗ്രഹിച്ചു ഒന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പേര് അച്ഛൻ്റെ കേമത്വത്തിന് വേണ്ടി പറയാൻ പറഞ്ഞതല്ല. അവർക്ക് അനുഭവം കിട്ടി, ഗണപതി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോഴില്ല. കാരണം അച്ഛൻ നിർബന്ധമല്ല അവർ പേര് പറയണമെന്ന്. ഇന്ന സ്ത്രീയുടെ മകനാണ് കാണാണ്ട് പോയി കിട്ടി. അത് ഗണപതി അനുഗ്രഹം ചെയ്യുന്നതാണ് അറിയിക്കാൻ പറ്റില്ല. അസുഖം മാറാൻ തടി വഴിപാട്. അപ്പം അച്ഛന് വയറ്റ് വരെ വന്നപ്പം ഇങ്ങനെ വഴിപാട് അച്ഛൻ മനസ്സിൽ തോന്നി. ആ തടി വഴിപാട് കഴിക്കിയത്. അപ്പം അച്ഛൻ്റെ ഉദരരോഗം മാറി. അത് ഭക്തന്മാർക്കായിട്ട് പറഞ്ഞു കൊടുത്തു. തടി നിവേദ്യമുണ്ട്. തടി നിവേദ്യം ഇത് തടി വഴിപാട് തടി നിവേദ്യമാണ്. തടി എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിക്കുഴച്ച് അട ഉണ്ടാക്കുന്ന പോലെയാണ്. പഴമാല കല്യാണത്തിനാണ്. സന്താനത്തിനാണ് പാൽപ്പായസം. ഈ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പാൽപ്പായസത്തിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം. അതുപോലെ 1000 കൂടെ അഭിഷേകം. ഈ അച്ഛൻ അമ്പലമണി നടക്കാണ്ടായപ്പം 1000 കൂടെ അഭിഷേകം നേർന്നു. അങ്ങനെ അഭിഷേകം കഴിച്ചു. അമ്പലമണി കുറച്ച് നടന്നിറങ്ങി. ചതുർത്ഥിയൂട്ടിന്റെ ഒരു അത് പിതൃക്കൾക്കാണ് പ്രധാനമായിട്ട്. പിതൃഗതിയാണ് സങ്കല്പം. ചതുർത്ഥിയിലന്ന് ഊട്ട് കഴിക്കുന്നുള്ളത്. പിന്നെ അപ്പം മൂടല്, പരീക്ഷണങ്ങൾ, അനവധി പരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനാണ് ഈ അപ്പം മൂടല്. മറ്റേതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ? പിന്നെ ഗണോദ്യമം 108 നാളെയും ഗണോദ്യമമുണ്ട്. തടസ്സങ്ങൾ മാറാനായിട്ട് ഈ തടി വഴിപാടും മുക്കുറ്റി ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവർ പലർക്കും അനുഭവമാണ് ഇപ്പോഴും. കേട്ടോ, പലർക്കും അനുഭവമാണ് തടി വഴിപാട്. ഈ അസുഖം മാറുന്നുള്ളൊരു ഇത്. എവിടെയായാലും അവസാന ആശ്രയം ഭഗവാനാണല്ലോ. ഇപ്പോ മള്ളിയൂരിലേക്ക് വരാൻ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സമയമുണ്ടോ? വിനായകർത്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ചിങ്ങമാസത്തിലാണ് വിനായകർത്തി. നമുക്ക് 7-8 ദിവസത്തെ ഉത്സവമാണ്. 7ാം ദിവസമാണ് വിനായകർത്തി എന്നുള്ള കൊണ്ടാടുന്നത്. അപ്പോൾ അന്നാണ് 10,008 നാളിനുള്ളിൽ ഗണോദ്യമവും അനവധി ഗജവീരന്മാർ വരുന്നു. അവർക്ക് ഗജപൂജ നടത്തുന്നു. ആനയൂട്ടുണ്ടല്ലോ. അതുപോലെ അന്നത്തെ ദിവസം
വലിയ വലിയ മേളക്കാരൊക്കെ വരുന്നു. ഗംഭീര ഉത്സവമാണ് അന്നത്തെ ദിവസം. ഈ 10,000 ആളയിലാണ് ഏറ്റവും പ്രധാനം കൊണ്ടാന്ന് തോന്നുന്നു വിനായകരത്തിൽ അന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ജയന്തി, ഇപ്പം കൊണ്ടാടുന്ന ജയന്തിയാണ്. അച്ഛൻ്റെ വലിയൊരു പുരസ്കാരമുണ്ട്, ഒരു ശങ്കരസ്മൃതി പുരസ്കാരം എന്ന്. ആദ്യത്തെ പുരസ്കാരം അബ്ദുൽ കലാം സാറിനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ അച്ഛൻ്റെ ശരിക്കും ഞങ്ങൾ പറഞ്ഞു വരുത്തിയതല്ല, എങ്ങനെയോ കണ്ടത് അച്ഛൻ്റെ ചിരി കണ്ടിട്ട് വന്നതാണ്. അച്ഛൻ്റെ ഞങ്ങളോട് പറയുന്നത്, നിങ്ങളെന്താ അദ്ദേഹത്തിന് അച്ഛൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. അബ്ദുൽ കലാം സാറെ ചോദിച്ചു അനിയനോട്. മല്ലത്തിന് വേണ്ടി ചിരിയാ കണ്ടത്. ആ ചിരി കണ്ടിട്ടാണ് അച്ഛനെ ഇവിടെ പറയണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം ഇവിടെ അവിടുന്ന് അവര് വിളിച്ചു ചോദിച്ചാണ് തിരുമേനി കാണാം. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ആഗ്രഹമായല്ലോ. അപ്പൊ ഞങ്ങൾ പേപ്പറൊക്കെ അയച്ചു. അദ്ദേഹം ഇങ്ങോട്ടായിരുന്നു ആഗ്രഹം വരണമെന്ന്. തിരുമേനി കാണാനായിട്ട് ഇങ്ങോരിയായിരുന്നു. അപ്പൊ അച്ഛൻ വന്നപ്പോൾ വന്നു. രണ്ടാമത് ഞങ്ങൾ അച്ഛൻ്റെ മരണശേഷം പുരസ്കാരം, ശങ്കര പുരസ്കാരം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ആദ്യത്തെ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് മഹത് വ്യക്തികൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അനവധി മഹാത്മാക്കളൊന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സംഗീതാചാര്യന്മാർ മുഴുവൻ, ഭാഗവതാചാര്യന്മാർ മുഴുവൻ. സംഗീതം കൊണ്ട് ഇവിടെ വലിയ പൈസ കൊടുക്കുന്നില്ല ആർക്കും. നമ്മളെ കൊണ്ടാകാവുന്നതിനും കൊടുക്കുകയുള്ളൂ. അന്നും അതെ ഇന്നും അതെ. നമുക്ക് പറ്റുന്ന ഇപ്പം 60 ദിവസത്തെ കച്ചേരി ഉണ്ട് ഇവിടെ. ഒരു ഗണപതി സംഗീതപ്രിയനാണല്ലോ, അച്ഛനും സംഗീതപ്രിയനാണ്. അപ്പം മള്ളിയൂർ വന്ന് പാടുന്ന അവർക്ക് ഭയങ്കര ആഗ്രഹമായി. അപ്പം 16 കൊല്ലം തുടർച്ചയായിട്ടും കച്ചേരി നടന്നുള്ളൂ ഇവിടെ, ഒരു ദിവസം മുടങ്ങാണ്ട്. അതിൽ അനവധി കച്ചേരി, ബാലമുരളികൃഷ്ണനായാലും എല്ലാവരും വന്നിട്ടുണ്ട്. നൃത്തത്തിനായാലും ഇപ്പം പറഞ്ഞില്ല, ശോഭന ഇക്കൊല്ലം വന്നു. അങ്ങനെ ശോഭന 3ാമത്തെ പ്രാവശ്യം വരുന്നത്. അപ്പം നൃത്തത്തിൻ്റെ കാര്യത്തിൽ, സംഗീതത്തിൻ്റെ കാര്യം, ഇവിടെയൊക്കെ പ്രതിഫലം പ്രതിഫലം അച്ഛനോടിയല്ല വരുന്നത്. അച്ഛൻ്റെ ആഗ്രഹം വേണമെന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കും. പക്ഷെ അവരുടെ വലുപ്പത്തിൽ കൊടുക്കാൻ സാധിക്കാറില്ല. ഈ കച്ചേരിക്കാരുടെ അല്ലെങ്കിൽ നൃത്തക്കാർ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ അവരൊക്കെ മള്ളിയൂർ വന്ന് പാടുക, അല്ലെങ്കിൽ മള്ളിയൂർ വന്ന് കളിക്കുക, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക. ഇതൊന്നും സാമ്പത്തിക ഉദ്ദേശത്തിൽ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പം ലീഡർ പോലും അച്ഛനെ ഗുരുവായൂരപ്പനെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്ന അദ്ദേഹം മള്ളി തിരുമേനി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ നടത്തി കൊടുക്കണം. ഈയിടെ അങ്ങനെ വന്നിട്ടുള്ളൂ. അച്ഛനെ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മള്ളിത്തിരുമേനി ആരാണ്? മള്ളിത്തിരുമേനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നത് മക്കളുടെ കർമ്മയാണ്. വേറെ നിങ്ങൾ ഒന്നിനും പോകണ്ട. മക്കളും സത്യം കുട്ടികളത് ചെയ്താൽ മതി. നമുക്ക് രാഷ്ട്രീയമല്ല, അന്നത്തെ കാലത്ത് അദ്ദേഹം ഭയങ്കര വാത്സല്യമായിരുന്നു അച്ഛനോട്. ഞങ്ങളെ വിളിക്കും, വിളിച്ച് മള്ളിത്തിരുമേനിക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം, നിങ്ങളെ കൂടെ വന്നാമെന്ന് പറയും. അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ ഇത്ര മഹാത്മാക്കളൊക്കെ വരുന്നത് അച്ഛന്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അവരോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? അയ്യോ, അച്ഛൻ ഭയങ്കര ഭക്തി ബഹുമാനായിരുന്നു. അവരൊക്കെ ആര് വന്നാലും അവരൊക്കെ സ്വീകരിക്കും. ഇപ്പം പ്രധാനികളെ അനവധി ഒന്നും പറഞ്ഞല്ലോ, അതുപോലെ സാധാരണക്കാരും അയ്യപ്പന്മാര്, വടക്കുള്ള അയ്യപ്പന്മാർ മുഴുവൻ, ഏതാണ്ട് കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഇങ്ങനെയുള്ള അയ്യപ്പന്മാർ മുഴുവൻ അച്ഛനുള്ളപ്പോൾ അച്ഛൻ വന്ന് കണ്ടേ പോകുള്ളൂ. ഇവരൊക്കെ മള്ളിത്തിരുമേനി എങ്ങനെ ഇവർ മനസ്സിലാക്കുന്ന അറിയില്ല. പക്ഷെ അച്ഛനെ വന്ന് കണ്ട് അച്ഛനൊരു എന്തെങ്കിലും പ്രസാദം കൊടുക്കും. അച്ഛനെ വന്ന് കണ്ടിട്ട് പോകും വരുന്ന എല്ലാവരും. എന്തോ ഒരു വലിയൊരു ഈശ്വര ഭക്തനാണ്, ഈശ്വരൻ്റെ സാന്നിധ്യം എന്തോ മനസ്സിലാക്കി കാണിയിരിക്കും, എന്താ അറിയില്ല. എന്തായാലും അച്ഛനെ എല്ലാവരും നമസ്കരിച്ചിട്ട് പോകുള്ളൂ. നമ്മൾ രാവിലെ തേവാര സമയത്ത് പോലും അച്ഛനെ രാവിലെ വയനാട്ടിൽ നിന്ന് വരുന്നൊരു അച്ഛൻ കണ്ടാ പോണത്.
സ്ത്രീകളൊക്കെ വന്ന് അച്ഛന് ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അച്ഛനെ അവിടെ നിന്ന് ഇവർ നമസ്കരിച്ച് പോകാനുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തും. അവരുടെ ആഗ്രഹം അച്ഛൻ പറയുന്നു. കാരണം അച്ഛന് കേവലൊന്നും എനിക്കൊന്നുമല്ല, അവരുടെ ആഗ്രഹ സാധിക്കും. ഒരു കാലത്ത് അച്ഛൻ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ കുളിക്കുമായിരുന്നു. ശുദ്ധം മാറി കുളിക്കും. സപ്താഹത്തിനും പോയ കുളിക്കണം എന്ന് തോന്നിട്ട് തൊടാറില്ല ആരും. പക്ഷെ അതിനൊക്കെ അച്ഛൻ മാറ്റം വരുത്തി. ഒരു ഭക്തന്റെ ആഗ്രഹം എന്നെ തുടർന്ന് ഭക്തന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നത് എൻ്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിനനുസരിച്ച് വേണം പോകാൻ. അപ്പൊ അവര് തൊട്ടും അച്ഛൻ പോയി കുളിക്കാറില്ല. അവരോടൊന്നും പറയാറില്ല, അച്ഛൻ അനുഗ്രഹിക്കുകയുള്ളൂ. അതിപ്പം ഏത് സമുദായമായാലും അതിനൊന്നും അച്ഛനോ ആ ഒരു അതാണല്ലോ അച്ഛനെ വിളിക്ക്. ഇപ്പം ക്രിസോസ്റ്റം തിരുമേനി എപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ആ തിരുമേനി എപ്പോഴും അച്ഛനായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. തിരുമേനിമാരായാലും ബിഷപ്പുമാർ അനുമതി ഇവിടെ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ആചാര്യന്മാരും ഏത് പാർട്ടിയിൽപ്പെട്ടവരും എല്ലാ പാർട്ടിക്കാരും അച്ഛനെ ബഹുമാനമായിരുന്നു. അവരാരും അച്ഛൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ചെയ്ത നല്ല കാര്യം നല്ലത് തന്നെ അച്ഛൻ പറയും. ഏത് പാർട്ടിയായാലും അവർ ചെയ്തതിനെ അംഗീകരിക്കണം എന്നേ പറയുള്ളൂ. അച്ഛനില്ലാത്തതിന്റെ ആ ഒരു ശൂന്യത എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു നിമിഷം ഉണ്ടോ? അല്ല, ശൂന്യത തന്നെയല്ലേ. അതിപ്പം പെട്ടെന്ന് ധൈര്യം വരുന്നല്ലോ. അച്ഛൻ്റെ മുറിയുണ്ട്, അച്ഛൻ്റെ സാന്നിധ്യം ഭയങ്കര അവിടെ. അപ്പുറം പോയി തൊഴുതാൽ മതി. അപ്പൊ അച്ഛനോട് ഇരിപ്പുണ്ടെന്ന് തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഇതെല്ലാം അച്ഛന് ശക്തി കൊണ്ട് അളക്കുന്നത് നമുക്കൊരു തോന്നൽ വരുവാണല്ലോ. പിന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. അതല്ല ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമല്ല എന്ന് തോന്നുന്നു നമുക്ക് വരും. പക്ഷെ അച്ഛനെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയത് തിരിച്ചെത്തിക്കും ഞങ്ങളെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് അമ്പലത്തിലായാലും ഇല്ലത്തായാലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നാമത്തിന്റെ ശക്തി തന്നെ. തീർച്ചയായിട്ടും. എന്നാലും ഇതേ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ അല്ല, നമുക്ക് ഒരു ഇനിയത്തെ തലമുറയും അല്ല ജനങ്ങള് ഭക്തിമാർഗത്തിലേക്ക് എത്തിയാൽ ഈശ്വരൻ കൈവിടില്ല എന്നുള്ളത് അച്ഛൻ പ്രത്യക്ഷ അനുഭവത്തോടെ കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. അതനുസരിച്ച് നമ്മുടെ ജനങ്ങൾ പോയാലുണ്ടല്ലോ, അച്ഛൻ്റെ രീതി മുഴുവൻ പോകണമെന്നല്ല, ആ സത്യം ധർമ്മം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഭാഗവതത്തിലൂടെ. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം താളം തെറ്റുന്നത്. ഇതൊക്കെ അച്ഛനെല്ലാം ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു. ആ ധർമാനുഷ്ഠാനം മുഴുവൻ അച്ഛൻ എതിർന്നു. അല്ലെങ്കിൽ അച്ഛൻ എവിടെ ഒന്നുമില്ലാത്ത അച്ഛനല്ലോ ഈ ഭാഗം കൊണ്ട് എത്തിയില്ലേ. ഭാരതം മുഴുവൻ അച്ഛൻ അറിഞ്ഞില്ലേ ആരാണ് മുള്ളിത്തിൽ. ഇതിനൊന്നും കൈവിടാണ്ട് പോയ നിഷ്കളങ്കമായ ഭക്തി മതി. ഇപ്പോൾ ഒന്നും വേണ്ട അച്ഛൻ ജനം കാണിച്ചു കൊടുക്കുക. അത് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഈ അരാജകത്വമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറയിലേക്ക് നോക്കുമ്പോ ഇപ്പൊ ഭക്തന്മാരെ ആണെങ്കിൽ പൂന്താനത്തിന്റെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് വള്ളിയൂർ തിരുമേനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പാഠമാണ് ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക പ്രബുദ്ധരായി തീരും. രാഷ്ട്രീയത്തിലെ അച്ഛന് ഏത് വിഷയവും അച്ഛന് പറയാൻ അറിയാം. രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ചോദിച്ചാൽ അച്ഛനെ പറഞ്ഞു കൊടുക്കാം. ഒരു സംഗീതത്തിൻ്റെ അച്ഛൻ അറിയാം. അച്ഛൻ പഠിച്ചിട്ടുള്ളതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അച്ഛനറിയാം. സംഗീതമായാലും നൃത്തമായാലും അവിടെ എന്തെങ്കിലും നല്ലത് കണ്ടാൽ നന്നായി എന്ന് പറയാനും അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ അച്ഛനറിയാം. ഇപ്പം മേള വിഷയമാണെങ്കിലും സംഗീതമായാലും നൃത്തമായാലും പുരാണങ്ങളായാലും ഇപ്പം അച്ഛൻ സംശയമുള്ള അച്ഛൻ ഓരോ ആൾക്കാർ വന്ന് ആ സംശയം തീർത്ത് അച്ഛൻ പോകും. പക്ഷെ അച്ഛന് നമുക്കറിയാം അച്ഛൻ അറിയാവുന്ന, പക്ഷെ അച്ഛന് എല്ലാം തെറ്റിയപ്പോഴുള്ള അച്ഛന് മനസ്സിൽ തോന്നുമായിരിക്കും. വലിയ മഹാത്മാക്കളൊക്കെ നെച്ചൂർ വെങ്കട്ടരാമനും അന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊക്കെ എത്രയോ മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളായാലും അവരോട് സംസാരിക്കും. സംസ്കൃതം പഠിച്ച ആളാണോ
അവിടെ സംസാരിച്ചു അച്ഛൻ. സംസാരി- ആ സംശയം അച്ഛൻ്റെ എത്ര സംശയം ഉണ്ടോ, ഇത് അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിക്കും. അതാ അല്ല ഞാൻ പറയുന്നത്, ആ ഒരു ജീവിതത്തിലൂടെ അനുഷ്ഠിച്ചു പോയ നമ്മളെ ജനങ്ങളെല്ലാം ആ അനുസരിച്ച് പോയിന്റ് പറ്റില്ല, പക്ഷെ ജീവിത ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് ധർമ്മത്തിലൂടെ സഞ്ചരിച്ചതിന് നമുക്ക് പ്രത്യക്ഷ കണ്ടത് തന്നെയാണ്. ആദ്യം അവസാനം വരെ അച്ഛൻ്റെ അത് ഞാൻ എൻ്റെ ഓർമ്മ മുതൽ അച്ഛനെ നിഷ്കളങ്കമായ ഭക്തിയാണ് കാണുന്നത്. അതിനകത്ത് വിട്ടുവീഴ്ചയില്ല, അനുവർത്തിച്ചിരുന്നു. അതാണ് ആ എല്ലാവരും ഒരുപോലെ അച്ഛൻ കണ്ടത്. ഉറപ്പായിട്ടും ഇനിയും ആ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. നാരായണ.